Back to my channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർസ് റിമൂവൽ ചെയ്യാനുള്ള റേസറിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു റേസറിന്റെ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ ജിലറ്റിന്റെ വീനസ് എന്ന് പറഞ്ഞൊരു റേസർ ആണ്. ഇതിന്റെ എമൗണ്ട് വന്നിട്ടുള്ളത് 70 രൂപയാണ് കേട്ടോ ഒരു റേസറിന്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റേസർ എത്ര നാൾ, അതായത് എത്ര ടൈംസ് വരെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ അപ് ടു 10 ടൈംസ് വരെ ഈ ഒരു റേസർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ 3 ബ്ലേഡ്സ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള റേസറും കൂടെയാണ്. ജിലറ്റിൻ്റെ റേസർ, അതായത് വീനസ് എന്ന് പറഞ്ഞ ആ ഒരു റേസർ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു എമൗണ്ട് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞു 70 രൂപയാണ്. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ളത് 3 ബ്ലേഡ്സ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ് ടു 10 ടൈംസ് വരെ യൂസ് ചെയ്യാമെന്നും. അപ്പോൾ നമുക്കിനി നോക്കുകയാണെങ്കിൽ ഇവർ യൂസ് ചെയ്യേണ്ട ഡിറക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതായത് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പം എന്തെങ്കിലും സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷ് പോലത്തെ എന്തെങ്കിലും ഫോമിംഗ് ആയിട്ടുള്ള ഫേസ് വാഷൊക്കെ അപ്ലൈ ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം, അതായത് ആ ഒരു ക്ലിപ്പിൽ. ഇനി നമുക്ക് ഹെയർ റിമൂവൽ ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മാമ എർത്തിൻ്റെ വൈറ്റമിൻ സി ഫോമിംഗ് ഫേസ് വാഷ് ആണ്. അപ്പോൾ ആ ഒരു സിലിക്കൺ ബ്രഷൊക്കെ ഉള്ളതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് എനിക്ക് കൈ ഫുള്ളി ഈ ഒരു രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫേസ് വാഷ് ഈ ഒരു രീതിക്ക് ഫോമിംഗ് ഫേസ് വാഷ് ഇല്ലെങ്കിൽ നമ്മൾ സോപ്പ് യൂസ് ചെയ്താൽ മതി കേട്ടോ. നോർമലായിട്ടുള്ള സോപ്പ് എടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു രീതിക്ക് നമ്മൾ ഫുള്ളി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് ഈ ഒരു പരുവത്തിലാവും. സോപ്പാണെങ്കിലും ഇങ്ങനെ തന്നെ നമുക്ക് ആ ഒരു പത കിട്ടുമല്ലോ. അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിക്ക് കൊടുത്താൽ മതി. അപ്ലൈ ചെയ്ത് ഓൾ ഓവർ നമ്മൾ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു റേസർ വെച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഇതുപോലെ തന്നെ ഗ്ലൈഡ് ചെയ്ത് കൊടുക്കുക. ഒരു പ്രാവശ്യം തന്നെ നമ്മൾ ഗ്ലൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ഹെയർ റിമൂവ് ആയി പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ആ ഒരു കൈയുടെ ഹെയർ കളയേണ്ട ആ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ ഫുള്ളി നന്നായിട്ട് ഗ്ലൈഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾ വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും. എന്നാലും കുറച്ച് ഹെയർസൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോട്ടും കൂടെ നമ്മൾ ഈ ഒരു ഫോമിംഗ് ഫേസ് വാഷ് എന്തെങ്കിലും അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ അപ്ലൈ ചെയ്യണം എന്നില്ല, ജസ്റ്റ് ഒരു ടൈമും കൂടെ നമ്മൾ ഗ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നിങ്ങൾ പ്രോപ്പറായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഹാൻഡ് മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു ഗ്ലൈഡ് ചെയ്ത് വന്നപ്പം ഹെയർ റിമൂവ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഫൈനലി നമ്മുടെ ഹാൻഡ് ഭയങ്കര ക്ലിയർ ആയിട്ടുണ്ട്. വാഷ് ഓഫ് ചെയ്തിട്ട് നമുക്ക് കൈ കാണാൻ പറ്റുന്നതാണ് ഈ ഒരു രീതിക്ക്. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും മോയ്സ്ചറൈസർ ഇടുക. ഇനിയിപ്പോൾ മോയ്സ്ചറൈസർ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നോർമൽ അലോവേര ജെല്ല് യൂസ് ചെയ്താലും മതി. പക്ഷേ എന്താണേലും മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഗ്ലൈഡിംഗ് ഒക്കെ കഴിയുമ്പം നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു നോർമൽ pH ബാലൻസ് ജസ്റ്റ് ഒന്ന് തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്ലിയർ ആണ് നമ്മുടെ ഹാൻഡ്. ജില്ലറ്റിൻ്റെ ഔട്ടർ പാക്കേജ് നോക്കുകയാണെങ്കിൽ നല്ല ലൈറ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇത് തന്നെ അത്യാവശ്യം നല്ലൊരു കോമ്പിനേഷൻ ഓഫ് കളേഴ്സാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അതായത് പിങ്കും ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ സിംപ്ലി വീനസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 3 ബ്ലേഡ്സ് ഇൻക്ലൂഡഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്പോസിബിൾ റേസർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആ ഡീറ്റെയിൽ ഒക്കെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഗെറ്റ് സ്മൂത്ത് സ്കിൻ ഇൻ 3 ഈസി സ്റ്റെപ്സിൽ നമുക്ക് സ്മൂത്ത് സ്കിന്ന് പ്രൊവൈഡ് ചെയ്യുമെന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് നമ്മൾ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞു സോപ്പ് എന്തെങ്കിലും അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സോപ്പ് അല്ലെങ്കിൽ ഫോമിംഗ് ഫേസ് വാഷ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നോർമൽ വീട്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു രീതിക്ക് നമ്മൾ നന്നായിട്ട് ഗ്ലൈഡ് ചെയ്യാം. അതിനുശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വാഷ് ഓഫ് ചെയ്യാം. വാഷ് ഓഫ് ചെയ്യുന്നതായിരിക്കും നമ്മൾ തുടച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത്. അതിനുശേഷം നമ്മൾ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത്രയും, അതായത് വളരെ സിമ്പിളായിട്ടുള്ള 3 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഫോർ ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഇവർ കൊടുത്തിട്ടുണ്ട്. അതായത് യൂസ് വീനസ് വൈൽ ബാത്തിങ്, നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ ഗ്ലൈഡ് വീനസ് എഗനിസ്റ്റ് ഹെയർ ഗ്രോത്ത്. അത് നോർമലി നമ്മൾ എന്ത് ഹെയർ റിമൂവൽ ക്രീം ചെയ്താലും ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ റിമൂവ് ചെയ്യുമ്പം ഈ ഒരു രീതിക്കല്ല റിമൂവ് ചെയ്യുന്നത്, നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ നിന്ന് ഇങ്ങനെയാണ് ഗ്ലൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തത് റിൻസ് വീനസ് ആഫ്റ്റർ ഈച്ച് ഗ്ലൈഡ്. ഓരോ യൂസ് കഴിയുമ്പോഴും നമ്മൾ നന്നായിട്ട് കഴുകി യൂസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ പ്രോപ്പർ അല്ലാതെ, അതായത് ആ ഒരു ഹെയർസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടോ, അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എന്താ പറയുക, ഒട്ടും ക്ലീനും കാര്യങ്ങളൊന്നും അല്ലായിരിക്കും, വൃത്തിഹീനമായ ആ ഒരു സാഹചര്യമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല, പിന്നെ വലിച്ചെറിയേണ്ട ആ ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ അപ് ടു 10 ടൈംസ് വരെ യൂസ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണം. ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് വാട്ടർ ഒരു ബൗളിൽ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് വെക്കുമ്പം ആ ഒരു ഹെയർ ഒക്കെ നന്നായിട്ട് പോയി കിട്ടും.
അതിനുശേഷം നമ്മളൊരു കോട്ടൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. കൈവച്ച് ഒരിക്കലും തുടയ്ക്കരുത്, ബിക്കോസ് കൈ എങ്ങാനും കൊണ്ട് ആകെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ. നമ്മൾ ലേഡീസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് ഹാൻഡിലും അതുപോലെ തന്നെ ലെഗ്സിലും അണ്ടർ ആംസിലും ഈ ഒരു വീനസിൻ്റെ അതായത് ഈ ഒരു റേസർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കാര്യങ്ങൾ ചിന്തിക്കുക. സോപ്പ് അപ്ലൈ ചെയ്യുക, അതിനുശേഷം ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഗ്ലൈഡ് ചെയ്യുക, ദെൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അലോവേര ജെൽ ഉണ്ടല്ലോ നമ്മുടെ, അപ്പോൾ അലോവേര ജെല്ല് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു കവറൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഒരു ബ്ലേഡ്, ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിലി നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു റേസറിൻ്റെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ് കേട്ടോ. നല്ല പിങ്ക് കളറൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നോർമലായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് സാധാ ഒരു കവറാണ്. അപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ യൂസിന് ശേഷവും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഉണങ്ങി കിട്ടുന്ന ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ, നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്ത് കഴിയുമ്പം ഈ ഒരു പ്ലാസ്റ്റിക് ഈ ഒരു കോട്ടിങ്ങിൽ തന്നെ നമ്മൾ ഇട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അല്ലാതെ നമ്മൾ ഇടുകയൊക്കെ ചെയ്താൽ എന്താ സംഭവിക്കാമെന്ന് ഞാൻ പ്രീവിയസ്ലി പറഞ്ഞു, തുരുമ്പൊക്കെ പിടിച്ച് ഒന്നിനും കൊള്ളാതെയൊക്കെ പോകും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 3 ബ്ലേഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നോർമൽ പ്ലാസ്റ്റിക് ആയിട്ട് ഇവിടെ ഒരു റബ്ബർ കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. ഈ ഒരു റേസറിൻ്റെ ഔട്ടർ അല്ലെങ്കിൽ നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 ടൈംസ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ 10 ടൈംസ് വരെ നമുക്ക് നോർമലി കുഴപ്പമില്ലാതെ ഹെയറൊക്കെ റിമൂവലായി യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ 10 ടൈംസ് കഴിയുമ്പം നമ്മുടെ ആ ഒരു ഹെയറൊക്കെ പോകാനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടൊക്കെ ആയിരിക്കും, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യില്ല. അപ്പോൾ 10 ടൈംസ് വരെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അതിനുശേഷം യൂസ് ചെയ്യാത്തതാണ് ബെറ്റർ ഓപ്ഷൻ കേട്ടോ. അതായത് ഹെയർ പ്രോപ്പറായിട്ട് പോയില്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ആ ഒരു ഹെയർ കളയുന്ന ടൈമിലൊക്കെ നമുക്ക് നന്നായിട്ട് വേദനയൊക്കെ എടുക്കും, ഭയങ്കര ഡിഫിക്കൽട്ടീസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ, അതായത് അലർജിക്ക്, അതായത് ആ ഒരു റെഡ് റാഷസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 10 ടൈംസ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണേലും ഇത് യൂസ് ചെയ്യേണ്ട, ത്രോ ഔട്ട് ചെയ്യുക. അല്ലെങ്കിൽ വെറുതെ നമ്മൾ എന്തിനാ നമ്മുടെ സ്കിന്ന് കേടാക്കുന്ന ഒരു ഭാഗ്യപരീക്ഷണത്തിന് നിന്നിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീനസിൻ്റെ ഗില്ലറ്റിൻ്റെ ഈ ഒരു റേസറിനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ ഒരു റേസറിനെ കുറിച്ചിട്ട് പറയേണ്ട കാര്യങ്ങൾ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റേസറിനെ കുറിച്ചിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ആ ഒരു റിസൾട്ട്, അതായത് ലൈവ് ഡെമോ ഒക്കെ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പറായിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചല്ലോ, എന്തുമാത്രം പ്രോപ്പറായിട്ട് നമ്മുടെ ആ ഒരു ഹെയർ റിമൂവലും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതുപോലെ തന്നെ വളരെ സിമ്പിളാണ് കേട്ടോ, യൂസ് ചെയ്യാനും നമുക്കെല്ലാവർക്കും വളരെ സിമ്പിളാണ്. ഒരുപാട് ഡിഫിക്കൽട്ടീസോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു സോപ്പോ അല്ലെങ്കിൽ ഫോമിങ് ഫേസ് വാഷൊക്കെ ഇട്ടതിന് ശേഷം തന്നെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ഔട്ട് അല്ലെങ്കിൽ ആ ഒരു ഗ്ലൈഡ് ചെയ്തെടുത്താൽ മതി ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വളരെ ഈസിയാണ് യൂസ് ചെയ്യാനും. അതുപോലെ തന്നെ നല്ല റിസൾട്ട് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തുമാത്രം. ഇപ്പോൾ വീറ്റൊക്കെ ആണെങ്കിൽ ഏകദേശം 1 മാസമൊക്കെ വരെ നമുക്ക് ആ ഒരു ഹെയറിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെയൊക്കെ വർക്കൗട്ട് ആവുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഈ ഒരു ഹെയർ റിമൂവൽ റേസറിനെ കുറിച്ചിട്ട് പറയാനുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്നും ഇൻഫോർമേറ്റീവ് ആയെന്നും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെന്നും വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു.